നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പതാക ഉയർത്തി. ഉടുപ്പി കരിന്തളം 400 kV ലൈൻ പൂർത്തിയാകുന്നതോടെ ഉത്തര കേരളത്തിലെ വൈദ്യുതി വിതരണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷം. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു സംഘർഷം നടന്നത്. കാസർഗോഡിന്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തും തൃക്കരിപ്പൂരിലെ വിവിധ മേഖലകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കി. മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യത്ത് ഭരണഘടനാ തത്വങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ജില്ലാ ആസ്ഥാനത്ത് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി പരേഡ് പരിശോധിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. രാജ്യത്ത് ഭരണഘടനാ തത്വങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും സോഷ്യലിസ്റ്റ് ചിന്തകരും സ്വപ്നം കണ്ട ഇന്ത്യയിലേക്ക് എത്തുവാൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കണമെങ്കിലും പുരോഗമനപരമായ നിലപാടുകളിലൂടെയും വികസനോന്മുഖമായ കാഴ്ചപ്പാടുകളിലൂടെയും സാമൂഹിക നീതിയിൽ ഊന്നിയ ഭരണത്തിലൂടെയും കേരളം ആ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയാണെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ത്യാഗവും പോരാട്ടവീര്യവും ആത്മസമർപ്പണവുമാണ് ഈ സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമായത്. നമ്മുടെ ധീരരായ പൂർവികന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെയും അതിന്റെ ചരിത്രത്തെയും അനുസ്മരിക്കാനുള്ള സുപ്രധാന ദിവസമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും. മഹാത്മാഗാന്ധിയുടെ അഹിംസയുടെ പാത, ഭഗത് സിംഗിന്റെ വിപ്ലവകാരികളുടെ ധീരമായ പോരാട്ടങ്ങൾ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആവേശം നിറഞ്ഞ നേതൃത്വം, കൂടാതെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള നേതാക്കളുടെ നേതൃത്വവും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുതൽക്കൂട്ടായി. രാജ്യത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും അസമത്വത്തിനെതിരായി പൊരുതിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അംബേദ്കറുടെ സംഭാവനയും മറക്കാൻ കഴിയില്ല. ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും അതിരുകളില്ലാതെ ഒരേ മനസ്സോടെ ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പരേഡിൽ 19 പ്ലാറ്റൂണുകളാണ് അണിനിരന്നത്. AR ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് പരേഡ് നിയന്ത്രിച്ചു. ജില്ലാ സായുധ റിസർവ് പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ് എന്നീ പ്ലാറ്റൂണുകളും ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ്, നായന്മാർമൂല തൻബുഹിൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ്, ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ്, ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ്, കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സീനിയർ ഡിവിഷൻ NCC, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ NCC, നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ NCC, ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NCC, കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NCC, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്, കാസർഗോഡ് ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്, പെരിയ ജവഹർ നവോദയ വിദ്യാലയ ബാൻഡ് സെറ്റ്, ഉളിയത്തടുക്ക ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂൾ ബാൻഡ് സെറ്റ് എന്നീ പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത്. Master Aaron Shim Naik, Junior Division SCC, Vocational Higher Secondary School.
MLA-മാരായ NA നെല്ലിക്കുന്ന്, AK അഷ്റഫ്, CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, M രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി എന്നിവർ അഭിവാദ്യം സ്വീകരിച്ചു. പത്മശ്രീ പുരസ്കാര ജേതാവ് സത്യനാരായണ ബെളേരിയെ ചടങ്ങിൽ മന്ത്രി പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, ADM P അഖിൽ, ഡെപ്യൂട്ടി കളക്ടർമാർ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിഭജന ഭീതി ദിനമല്ല, സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ ദിനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ ആചരിക്കേണ്ടതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തലിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം വിഭജന ഭീതി ദിനമല്ല, സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ ദിനമാണ് യഥാർത്ഥത്തിൽ ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞു. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയണം. അതാണ് ഇന്ത്യയിൽ അംഗീകരിച്ച ഭരണഘടനയിൽ പറയുന്നതും സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഭജിത ഭീതി ദിനമല്ല, സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷ ദിനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ ആചരിക്കേണ്ടത്. അത് ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയണം. അതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ അംഗീകരിച്ച ഭരണഘടനയിൽ പറയുന്നത്. അതാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചത്. പക്ഷെ സ്വാതന്ത്ര്യത്തെ ഉറ്റുകൊടുത്ത, സമരത്തെ വഞ്ചിച്ച RSS നയിക്കുന്ന BJPക്ക് വിഭജിത ഭീതി ദിനം ആചരിക്കണമെന്ന് പറയുമ്പോൾ അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണ്. പൗരത്വ ഭേദഗതി രജിസ്റ്റർ തയ്യാറാക്കുന്നത് പോലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് ഭാവിയിൽ അവരെ നാടുകടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബീഹാറിൽ അതിതീവ്ര പരിശോധന നടത്തി ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. ആ വോട്ടർ പട്ടികയിൽ നിന്നാണ് 65 ലക്ഷം പേരെ വെട്ടി മാറ്റിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണവർ. യഥാർത്ഥത്തിൽ ഒരു വോട്ടറുടെ വോട്ടവകാശം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. ജനാധിപത്യത്തിൻ്റെ നിർവചനം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ എന്നാണ്. എന്നാൽ ഇപ്പോൾ പുതിയ നിർവചനം മോഡി ജനാധിപത്യത്തിന് കൊടുത്തിരിക്കുന്നു. മോഡിക്ക് വേണ്ടി മോഡിയാൽ നിശ്ചയിക്കപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ്. ഒരു ഭാഗത്ത് യഥാർത്ഥ വോട്ടർമാരെ വെട്ടിക്കളയുക, മറുഭാഗത്ത് 67,000-ലേറെ വോട്ടുകൾ തൃശൂർ BJP മത്സരിക്കുമ്പോൾ വ്യാജന്മാരെ കൊണ്ട് പട്ടികയിൽ നിരത്തുക. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA, CH കുഞ്ഞമ്പു MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുമതി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK രാജൻ, മുഹമ്മദ് ഹനീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉടുപ്പി കരിന്തളം 400 kV ലൈൻ പൂർത്തിയാകുന്നതോടെ ഉത്തര കേരളത്തിലെ വൈദ്യുതി വിതരണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ വൈദ്യുതി വിതരണ മേഖലയിൽ 13,015 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ വൈദ്യുതി വിതരണം ശക്തമാക്കാൻ ജില്ലാ ഉടുപ്പി കാസർഗോഡ് 400 kV ലൈൻ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഉത്തര കേരളത്തിന്റെ വൈദ്യുതി വിതരണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. പാരമ്പര്യ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കൽ കേരളം വലിയ മുന്നേറ്റം നടത്തി. 2016-ൽ 16.49 മെഗാവാട്ടായിരുന്ന സൗരോർജ്ജം ഇന്ന് 1576 മെഗാവാട്ടായി വർദ്ധിച്ചു. കർഷകർക്ക് കാർഷിക പമ്പുകൾക്കുള്ള വൈദ്യുതി സൗജന്യമായി ലഭിക്കുന്നതോടൊപ്പം സ്വന്തം ഉപയോഗത്തിന് ശേഷം മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുന്നത് വഴി അവർക്ക് അധിക വരുമാനം വരുത്തുന്ന PM കുസുമം പദ്ധതിയും നാം നടപ്പിലാക്കി വരുന്നു. ഇതിൽ കർഷകന് മുതൽ മുടക്കില്ല, സൗജന്യമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ കർഷക ആവശ്യത്തിനുള്ള 1 ലക്ഷം പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണത്തിന് കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടമായി 9,348 പമ്പുകളിൽ നബാർഡിന്റെ ധനസഹായത്തോടുകൂടി സൗരോർജ്ജത്തിലേക്ക് മാറാനുള്ള നടപടികൾ അനർട്ട് സ്വീകരിച്ചു വരുന്നു. ഇതിൽ 2000-ൽ പരം പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണം പൂർത്തിയായി.
കേരളത്തിൽ വൈദ്യുതി മേഖലയെ ആഗോള നിലവാരത്തിൽ ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ സംരംഭങ്ങളും ഈ ഘട്ടത്തിൽ ആരംഭിച്ചു. രാജ്യത്ത് ആദ്യമായി 4 മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി നൽകാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കാസർഗോഡ് മൈലാട്ടിയിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സാമ്പത്തികമില്ലാത്ത ഈ പദ്ധതി 15 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൃക്കരിപ്പൂർ മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷം. പിലിക്കോട് ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലുണ്ടായ സംഘർഷത്തിൽ UDSF സംഘടനകളിലെ 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിവിധ സ്കൂൾ വളപ്പുകളിലും പുറത്തുമായുണ്ടായ സംഘർഷത്തിലാണ് ഒരു വിദ്യാർത്ഥിനി ഉൾപ്പെടെ 6 പേരെ പരിക്കുകളോടെ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് വിവിധ സ്കൂളുകളിലും പരിസരത്തും സംഘർഷം ഉടലെടുത്തത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടൻ പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ KSU MSF പ്രവർത്തകരായ വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമമുണ്ടായതായി അവർ പറഞ്ഞു. ഒരു വിദ്യാർത്ഥിനി ഉൾപ്പെടെ 4 പേർക്കാണ് സ്കൂൾ വളപ്പിൽ പരിക്കേറ്റത്. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് സ്കൂൾ സ്റ്റാഫ് റൂമിനടുത്ത് നിന്ന് വരുമ്പോഴാണ് 20ഓളം വരുന്ന SFI പ്രവർത്തകർ ആക്രമിച്ചതെന്ന് +2 സയൻസ് വിദ്യാർത്ഥി സിയ ഫാത്തിമ പറഞ്ഞു. ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് വരുന്ന സമയം ഹ്യൂമാനിറ്റീസിലെ +2 ഹ്യൂമാനിറ്റീസിലെ ഒരു സെക്കൻഡ് ശ്രീഹരി പറഞ്ഞിട്ട് എന്നെ നേരെ വന്നു, നീ എന്തിനു മത്സരിച്ചിരുന്നു? ഞാൻ +2 മത്സരിച്ചൊരു കാൻഡിഡേറ്റ് ആണ്. മറ്റ് കല്ലിട്ട് ചോദിച്ചു, നീ എന്തിനു മത്സരിച്ചിരുന്നല്ല. പിന്നെ പുറത്തുനിന്നില്ല കാർത്തിക്, കശ്യപ്, കോമേഴ്സ് പഠിക്കുന്ന ആദിശി, അങ്ങനെ അവരടങ്ങുന്ന കുറച്ച് പേര് 20ഓളം അവർ വന്നിച്ച് കാർത്തിക് എൻ്റെ കഴുത്ത് പിടിച്ച് നെരിച്ച് ഷർട്ട് വലിച്ചു. അന്നേരം ഞാൻ ബഹളം വെച്ചിട്ടാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവർ മാറ്റിയിട്ടുണ്ടായി. 10ാം തരം വിദ്യാർത്ഥി റിയാൻ ബിൻ ഫൈസൽ, +1 കൊമേഴ്സ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ബിൻ അഷ്റഫ്, EK നജാത്ത് എന്നിവരെയാണ് തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UDSF പ്രവർത്തകരും +2 വിദ്യാർത്ഥികളുമായ ടി മുഹമ്മദ് സവാദ്, EK ഷിബിലി എന്നിവർക്ക് നേരെ സ്കൂൾ വളപ്പിൽ മർദ്ദനമേറ്റതായി ഇവർ പറഞ്ഞു. ഇരുവരെയും തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SFI യൂണിറ്റ് ഭാരവാഹികൾ സ്റ്റാഫ് റൂമിനടുത്ത് വെച്ച് തങ്ങളെ മർദ്ദിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അതേസമയം ഇളമ്പച്ചിയിൽ MSF പ്രാദേശിക നേതാവിനെ മർദ്ദിച്ചതായും കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റതായും MSF ആരോപിച്ചു. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുറത്ത് വെച്ച് MSF തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി ബീരിച്ചേരി സ്വദേശിയായ സുഹൈർ അലി സുബൈറിനാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പഠനവും ജോലിയും വാഗ്ദാനം ചെയ്ത് യുവാക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ വിശ്വാസ്യതയുടെ കാര്യത്തിൽ യുവാക്കളും മാതാപിതാക്കളും ജാഗ്രത കാണിക്കണമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ M ഷാജർ. യുവജന കമ്മീഷന്റെ ജില്ലാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏജൻസികളുമായി പണമിടപാട് നടത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി തന്നെ നടത്തി രേഖയുണ്ടാക്കിയെടുക്കണമെന്നും ഷാജർ പറഞ്ഞു. യുവാക്കളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കുവാനും ലഹരി ഉപയോഗം തടയുവാനുമുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും വർദ്ധിച്ചുവരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു സാമ്പത്തിക വർഷം 2 അദാലത്തുകൾ സംഘടിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ M ഷാജർ അറിയിച്ചു. നമ്മളിനി പഠനാവശ്യത്തിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏത് ഏജൻസിയാണ് സമീപിക്കുന്നത്, ആ ഏജൻസിക്ക് വേണ്ടത്ര പ്രവർത്തന പരിചയമുണ്ടോ, പണം നൽകുമ്പോൾ കൃത്യമായും ഇതിന് വേണ്ടുന്ന ഡോക്യുമെൻ്റ് നമ്മൾ പരിശോധിക്കാതെ പണം നൽകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. ₹1 പണം നൽകുകയാണെങ്കിൽ അതിന് പണം കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നമുക്കിടയിൽ ഉണ്ടാകണം. അക്കൗണ്ട് മുഖാന്തരം മാത്രം പണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകണം. 2, ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അക്കൗണ്ട് മുഖാന്തരം പണം കൊടുക്കുമ്പോഴും ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത കൂടി കണ്ട് ഏതെങ്കിലും ഒരു പരസ്യത്തിൽ മാത്രം ചെന്നുപെട്ട് പണം കൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാകണം. അതോടൊപ്പം തന്നെ തൊഴിൽ എന്നുള്ള നിലയിൽ നമുക്ക് വിവിധ പുതിയ രാജ്യങ്ങളിലേക്ക് തൊഴിലവസരമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കപ്പെടാതെ നേരെ ചെന്ന് പണം കൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. കാരണം ഇത്തരം സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ യുവജന കമ്മീഷൻ മുമ്പാകെ തന്നെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. ആരിക്കാടി ഷിറിയാക്കടവിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുവാൻ പഞ്ചായത്ത് സമിതിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ പരാതി, സാമൂഹിക മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തൽ, കോളേജ് വിദ്യാർത്ഥികളെ അന്യായമായി സസ്പെൻഡ് ചെയ്തത്, ഗാർഹിക പീഡനം, സൈബർ തട്ടിപ്പ്, PSCയുമായി ബന്ധപ്പെട്ട പരാതി എന്നിവയാണ് കമ്മീഷന് മുന്നിലെത്തിയത്. അദാലത്തിൽ ലഭിച്ച 22 പരാതികളിൽ 12 എണ്ണം തീർപ്പാക്കി. 10 പരാതി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. 4 പുതിയ പരാതി ലഭിച്ചു. കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ കമ്മീഷൻ അംഗങ്ങളായ PC ഷൈജു, PP രൺദീപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K ജയകുമാർ, അസിസ്റ്റന്റ് P അഭിഷേക് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മുളിഞ്ച ഗവൺമെന്റ് LP സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. AK അഷ്റഫ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ കാസർഗോഡ് വികസന പാക്കേജ് പ്രകാരം മുളിഞ്ച ഗവൺമെന്റ് LP സ്കൂളിനായി ലഭിച്ച പുതിയ ക്ലാസ് റൂം കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം AK അഷ്റഫ് MLA നിർവഹിച്ചു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ V അധ്യക്ഷത വഹിച്ചു. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യമുന PM റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ്, മംഗൽപാടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ, മെമ്പർ അബ്ദുറഹ്മാൻ TM, മഞ്ചേശ്വരം വിദ്യാഭ്യാസ ഓഫീസർ ജോർജ് ക്രാസ്റ്റ CH, മഞ്ചേശ്വരം BPC സുമാദേവി, കാസർഗോഡ് PW എഞ്ചിനീയർ സ്വാലിഹ്, PTA പ്രസിഡന്റ് ഇബ്രാഹിം ഹനീഫി, കോൺട്രാക്ടർ അഷ്റഫ്, തമാം ഫർണിച്ചർ ഉടമ അബൂബക്കർ തമാം, MPTA വൈസ് പ്രസിഡന്റ് സൈബു നിസ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ചിത്രാവതി ചിഗ്രൂപാതെ സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് റിയാസ് പെരിങ്ങാടി പരിപാടികൾ നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2024-25 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കാസർഗോഡ് BEM സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. റിട്ടയർഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഡയറക്ടർ നന്ദികേശൻ, വാർഡ് കൗൺസിലർ ശ്രീലത എന്നിവർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരത്തിലെ BEM ഹയർ സെക്കൻഡറി സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ PTA നേതൃത്വത്തിൽ അനുമോദിച്ചു. ചടങ്ങ് റിട്ടയർഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഡയറക്ടർ നന്ദികേശൻ, വാർഡ് കൗൺസിലർ ശ്രീലത എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ಯಾವ ಸೇವೆ ಆಗಲಿ ಆ ದೇಶಕ್ಕೆ ಬೇಕಾಗಿ ತನ್ನನ್ನು ಸಮರ್ಪಿಸಿಕೊಳ್ಳಿಕ್ಕೆ ನಾನು ತಯಾರಾಗಿದ್ದೇನೆ ಎಂಬುದನ್ನು ಬಹಳ ಧನಾತ್ಮಕವಾದ ರೀತಿಯಲ್ಲಿ ಕೊಡುಗೆ ಕೊಡುವಂತಹ ಉತ್ತಮ ಪೌರರನ್ನು ಸೃಷ್ಟಿಸುವಲ್ಲಿ ನಮಗೆ ಪ್ರಚೋದನೆ ಆಗುವಂಥದ್ದು ಈ ಶಾಲೆ ನಮ್ಮನ್ನು ಕಲಿಸಿದ ಶಾಲೆ ಎಂಬುದನ್ನು ನೆನಪಿಸಿಕೊಳ್ತಾ, ನಿಮ್ಮ ಜವಾಬ್ದಾರಿ ನಾನು ಒಂದು ಹೇಳಿದೆ, ಓದಲ್ಲಿ ಉತ್ತಮ ಸಾಧನೆ ಮಾಡಬೇಕು, ಶಾಲೆಯ ಬ್ರ್ಯಾಂಡ್ ಅಂಬಾಸಡರ್ ಆಗಿರಬೇಕು. ಅದು ಮಾತ್ರವಲ್ಲ, ನೀವು ಸಮಾಜದಲ್ಲಿ ಒಂದು 10-15 ವರ್ಷ ಕಳೆಯುವಾಗ ನೀವು ಉನ್ನತ ಹುದ್ದೆಗೆ ಸಮಾಜದಲ್ಲಿ ಉನ್ನತ ಸ್ಥಾನವನ್ನು ಪಡ್ಕೊಳ್ತೀರಿ. ಒಳ್ಳೆ ರಾಜಕಾರಣಿ ಆಗಿರ್ಬೋದು, MLA ಆಗ್ಬೋದು, ಯಾವುದೂ ಆಗ್ಬೋದು. ಯಾವುದೇ ಆದರೂ ನಮ್ಮನ್ನು ನಾವಾಗಿ ಮಾಡಿದಂತಹ ಶಾಲೆಯ ನೆನಪು ಯಾವತ್ತೂ ಇರಬೇಕು. BM ಶಾಲೆಯಿಂದ ಕಲಿತ ಹುಡುಗ ನಾನು. ಆಗ ಶಾಲೆಯಿಂದ ಒಂದು ಶಾಲೆಗೆ ಏನಾದರೂ ಕೊಡುಗೆ ತಿರುಗಿಸ್ಕೊಡ್ಲಿಕ್ಕಿರುವಂಥ ಜವಾಬ್ದಾರಿ ನನಗಿದೆ. ಶಾಲೆಗೆ ಮಾತ್ರ ಅಲ್ಲ, ನಿಮ್ಮನ್ನಾಗಿ ಮಾಡಿಸಿದಂತಹ ಶಾಲೆಯ ಜೊತೆಗೆ ನಿಮ್ಮ ಸಮಾಜ, ಮನೆ, ಹೆತ್ತವರು, ಅಪ್ಪ ಅಮ್ಮ ಎಲ್ರಿಗೂ ತಿರುಗಿಸ್ಕೊಡ್ಲಿಕ್ಕಿರುವಂಥ ದೊಡ್ಡ ಜವಾಬ್ದಾರಿ ನನಗಿದೆ ಎಂಬುದನ್ನು ನೆನಪಿಸ್ಕೊಳ್ತಾ, ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಅತ್ಯುತ್ತಮ ಸಾಧನೆ ಮಾಡಲಿಕ್ಕೆ ನಿಮಗೆ ಸಾಧ್ಯ ಆಗಲಿ ಅಂತ ಹಾರೈಸ್ತಾ. PTA പ്രസിഡന്റ് പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു. സാർവജനിക ശിക്ഷണ സംരക്ഷണ സമിതി അധ്യക്ഷൻ ഡോക്ടർ KN വെങ്കട്ടരമണ ഹൊള്ള, PTA ഉപാധ്യക്ഷൻ രവിശങ്കർ CH, മദർ PTA പ്രസിഡന്റ് ഉഷ കിരൺ, പ്രിൻസിപ്പൽ രാജേഷ് ചന്ദ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയിൽ യശ്വന്ത് മാസ്റ്റർ അവതാരകനായി. ഹെഡ് മാസ്റ്റർ ഗണേഷ് സ്വാഗതവും ബാലകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ಕಲಿಕೆಯಲ್ಲಿ ನೀವು ಅದನ್ನು ಕೂಡ ಮಕ್ಕಳೇ ದೃಶ್ಯ ವರ್ಷಕ್ಕೆ ಪ್ರತಿ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വാതന്ത്ര്യദിനത്തിലെ ആഘോഷം എന്നത് മാരകമായ നെഗറ്റീവ് ലഹരിക്കെതിരെയുള്ള പോസിറ്റീവ് റണ്ണാക്കി മാറ്റി വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വാഫി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. സ്ത്രീകൾ ഉൾപ്പെടെ കാലിക്കടവിൽ നിന്നും തൃക്കരിപ്പൂർ ടൗണിലേക്ക് 6 കിലോമീറ്റർ മിനി മാരത്തൺ നടത്തിയാണ് പുതുതലമുറയ്ക്ക് സന്ദേശം നൽകിയത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ 60ഓളം പേരാണ് വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് നടത്തിയ ലഹരിക്കെതിരെയുള്ള റോഡ് റണ്ണിൽ പങ്കാളികളായത്. വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വാഫി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാലിക്കടവിൽ നിന്നും തൃക്കരിപ്പൂർ ടൗണിലേക്ക് നടത്തിയ മിനി മാരത്തണിൽ ഇത്തിരി വ്യായാമം ഒത്തിരി ആരോഗ്യമെന്ന ആശയവും ഉയർത്തി. കാലിക്കടവ് ടൗണിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ P ഗോവിന്ദൻ റോഡ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PV മനോജ്, സെക്രട്ടറി TV രഘുമാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി TV രാജൻ, ട്രഷറർ KV അനീഷ് എന്നിവർ സംസാരിച്ചു. ബാലൻ പാലായി, P അനൂപ്, സാവിത്രി നാരായണൻ, T ബാബു, K ഷാജി എന്നിവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു മെഡലുകൾ വിതരണം ചെയ്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കാസർഗോഡിന്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും കൂടാതെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നടന്ന പരിപാടികൾ നാടിന് ആഘോഷമായി. എല്ലായിടങ്ങളിലും പതാക ഉയർത്തലും മധുര വിതരണവും നടന്നു. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും കൂടാതെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നടന്ന പരിപാടികൾ നാടിന് ആഘോഷമായി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ പതാക ഉയർത്തി. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സുനിത കെ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തുകയും ചെയ്തു. പീസ് ക്രിയേറ്റീവ് ഹൊസങ്കടി സ്കൂളിൽ ചെയർമാൻ അബ്ദുൽ റഹ്മാൻ അരിമലയും കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദറും പതാക ഉയർത്തി. സ്കൂളുകളിൽ കുട്ടികൾ ത്രിവർണ പതാകകളേന്തിയും ദേശഭക്തി തുളുമ്പുന്ന വിവിധ പരിപാടികളോടെയും പരേഡുകളോടെയും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ദേശഭക്തി ഗാനാവതരണവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗോജ്വല സ്മരണ പുതുക്കി നാടകാവിഷ്കാരങ്ങളും നടന്നു. ചടങ്ങുകളോടനുബന്ധിച്ച് അധ്യാപകരും വിശിഷ്ടാതിഥികളും കുട്ടികളിൽ ദേശസ്നേഹവും ഉത്തരവാദിത്വ ബോധവും വളർത്തുന്ന പ്രസംഗങ്ങൾ നടത്തി. തുമിനാട് നവശക്തി ക്ലബ്ബ്, അറബ് റൈഡേഴ്സ് ക്ലബ്ബ്, കുഞ്ചത്തൂർ ന്യൂ സ്റ്റാർ ക്ലബ്ബ്, അമ്പിത്തടി മദ്രസ, അൽഫത്താഹ് ജുമാ മസ്ജിദ്, ഉദ്യാവരം ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടികളും ഗാനാവതരണവും പ്രസംഗവും ഏറെ ശ്രദ്ധേയമായി. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന അവിസ്മരണീയ പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. രാജ്യത്തിൻ്റെ സമരചരിത്രം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുകയും അവരുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹവും അഭിമാനവും പകർന്നു നൽകുന്ന ദിവസമായി സ്വാതന്ത്ര്യദിനം മാറി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചൌക്കി നുസ്രത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് നടന്ന പ്രധാന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി പ്രതിജ്ഞയെടുക്കലും മധുര വിതരണവും നടന്നു. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ചൌക്കി നുസ്രത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് നടന്ന പ്രധാന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കരീം ചൌക്കി ദേശീയ പതാക ഉയർത്തി. പതാക ഉയർത്തലിന് ശേഷം രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സമാധാനം എന്നിവയ്ക്കായി എല്ലാവരും പ്രതിജ്ഞയെടുത്തു. തുടർന്ന് മധുര വിതരണം നടന്നു. ചടങ്ങിൽ അഹമ്മദ് മിൽ, ഷെരീഫ് കല്ലങ്കൈ, സക്കീർ കെ, സത്താർ കുണ്ടത്തിൽ, ബഷീർ തോരവളപ്പ്, ശശിധരൻ ഹോട്ടൽ, ചന്ദ്രൻ ടൈലർ, സാജി കുണ്ടത്തിൽ, ഭാസ്കരൻ കെ പുറം, സാജി കെ പുറം, മുജീബ്, രവി അർജാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അർജുനകുലിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ദേശീയ പതാക ഉയർത്തിയും മധുര വിതരണം ചെയ്തുമായിരുന്നു സ്വാതന്ത്ര്യദിനത്തെ ആഘോഷമാക്കിയത്. ചടങ്ങിൽ സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥനായ ക്ലബ്ബിലെ എക്സിക്യൂട്ടീവ് അംഗം വെങ്കപ്പ നായിക്കിന് യാത്രയയപ്പ് നൽകി. മധൂർ അർജുനകുലി അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ദേശീയ പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തുമായിരുന്നു സ്വാതന്ത്ര്യദിനത്തെ ക്ലബിന്റെ നേതൃത്വത്തിൽ ആഘോഷമാക്കിയത്. ക്ലബിലെ മുതിർന്ന അംഗങ്ങളായ ദാമോദര നായിക്ക്, അരവിന്ദാക്ഷൻ പിള്ള എന്നിവർ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ, എക്സിക്യൂട്ടീവ് അംഗം വെങ്കപ്പ നായിക്ക് എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് സതീശൻ കെ സ്വാഗതവും സെക്രട്ടറി സതീഷ ബി നന്ദിയും പറഞ്ഞു. തുടർന്ന് മധുര വിതരണം നടന്നു. ചടങ്ങിൽ സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥനായ ക്ലബിലെ എക്സിക്യൂട്ടീവ് അംഗം വെങ്കപ്പ നായിക്കിന് യാത്രയയപ്പും നൽകി. ക്ലബ് അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ആഘോഷത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചോദ്യം ചോദിക്കാൻ കഴിവുള്ളവരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം നിറവ് 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കാൻ കഴിവുള്ളവരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് വിദ്യുച്ഛക്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനേക്കാളും ചെറിയ ചെറിയ കൊച്ചു കേരളത്തിനേക്കാളും താഴെയുള്ള രാജ്യങ്ങളിൽ 15-17 കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം ആരൊക്കെ പറയണം? ഇവിടുത്തെ അധ്യാപകന്മാർ പറയണം, രക്ഷിതാക്കൾ പറയണം, മതപണ്ഡിതന്മാരൊക്കെ പറയണം. എന്തുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എല്ലാം ആയിട്ടുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ട് എന്തുകൊണ്ട് ഇപ്പൊ ലൈറ്റ് കത്തണോ ഫാൻ കത്തണോ എന്തുകൊണ്ട് ചോദ്യം
കൊടുക്കേണ്ടത് മനസ്സിൽ വരട്ടെ, അത് ചോദിക്കണം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയും സമ്പ്രദായവും ഒക്കെ മാറുകയാണ്. സാങ്കേതിക വിദ്യ ഒക്കെ മാറുകയാണ്. ശിശിൻ അറോറ പറഞ്ഞ കുട്ടി നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. 8ാം ക്ലാസ്സിൽ തോന്നി അച്ഛൻ ചെയ്തോ, അച്ഛൻ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ ലാപ്ടോപ്പിലെ പാസ്വേഡ് മാറ്റിയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. കഷ്ടി ഉരുണ്ട് 10ാം ക്ലാസ് പാസ്സായി. ഇന്ന് CBIയുടെ സൈബർ സെക്യൂരിറ്റിയുടെ ചുമതല വഹിക്കുകയാണ്, അമൂലിന്റെ സൈബർ സെക്യൂരിറ്റിയുടെ ചുമതല വഹിക്കുകയാണ്, റിലയൻസിന്റെ സൈബർ സെക്യൂരിറ്റിയുടെ ചുമതല വഹിക്കുകയാണ്. എത്ര വിദ്യാഭ്യാസ യോഗ്യത! വിദ്യാർത്ഥികളായ നിങ്ങളുടെ പേരിലായിരിക്കണം ഓരോ നാടും അറിയപ്പെടേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. 2024-25 അക്കാദമിക് വർഷത്തിൽ LSS, USS, NMMS, SLC +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും +2 പരീക്ഷയിൽ കാസർഗോഡ് ജില്ലയിൽ 1200 മാർക്കിൽ 1200 മാർക്കും നേടിയ PA ദേവികയെയും മന്ത്രി അനുമോദിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, വാർഡ് മെമ്പർമാരായ P. മിനി, M. ബാലകൃഷ്ണൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് VK പ്രിയ, KV കൃഷ്ണൻ, PV സുരേഷ്, PP രാജു, തമ്പാൻ തണ്ണോട്ട്, A. കൃഷ്ണൻ, O. മോഹനൻ, P. കൃഷ്ണൻ, തമ്പാൻ മക്കാക്കോട്, A. പവിത്രൻ മാസ്റ്റർ, AV പവിത്രൻ, ധന്യ അരവിന്ദ്, PV ജനാർദ്ദനൻ മാസ്റ്റർ, ആശാലത തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് NM ശ്രീരേഖ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നെഹ്റു സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നെഹ്റു സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് നഗരസഭയ്ക്ക് മുന്നിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ചെയർപേഴ്സൺ KV സുജാത സ്വാതന്ത്ര്യ സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വാതന്ത്ര്യദിന സ്മൃതിയിൽ അലിഞ്ഞ ദേശഭക്തി ഗാന മത്സരം ശ്രദ്ധേയമായി. ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് സാംസ്കാരിക വേദി സംഘടിപ്പിച്ച മത്സരമാണ് വേറിട്ട അനുഭവം കൊണ്ട് ശ്രദ്ധേയമായത്. കാഞ്ഞങ്ങാട് മഹാകവി P. സ്മാരക മന്ദിരത്തിൽ നടന്ന ദേശഭക്തി ഗാന മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ച് ക്രിയേറ്റീവ് പ്രസിഡന്റ് സുകുമാരൻ ആശീർവാദ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ദേശഭക്തി ഗാന മത്സരം ക്രിയേറ്റിന്റെ ഉപദേഷ്ടാവും ചലച്ചിത്ര പിന്നണി ഗായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുകുമാരൻ ആശീർവാദ് അധ്യക്ഷനായി. സെക്രട്ടറി വിനോദാവിക്കര സ്വാഗതം പറഞ്ഞു. ദേശഭക്തി ഗാനം കോർഡിനേറ്റർ സുരേഷ് പെരിയങ്ങാനം ആമുഖ പ്രഭാഷണം നടത്തി. മിൽമ കാസർഗോഡ് ഡയറി മാനേജർ ശ്രീമതി സ്യൂട്ടി വർഗീസ് മുഖ്യാതിഥിയായി. ഡോക്ടർ AM ശ്രീധരൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ SP ഷാജി, ക്രിയേറ്റീവിന്റെ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ A. ഹമീദ് ഹാജി, ബഷീർ ആറങ്ങാടി, ക്രിയേറ്റീവ് മുൻ പ്രസിഡന്റ് ജബ്ബാർ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. ട്രഷറർ സത്താർ ആവിക്കര ഉദ്ഘാടന ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് നടന്ന ദേശഭക്തി ഗാന മത്സരത്തിൽ ഹോസ്തൂർക്ക് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരാധ്യ രഞ്ജിത്ത് 1ാം സമ്മാനവും വെള്ളിക്കോത്ത് മഹാകവി P. ഗവൺമെന്റ് സ്മാരക വിദ്യാലയത്തിലെ ആര്യശ്രീ 2ാം സമ്മാനവും ഹാർദ രജീഷ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പതാക ഉയർത്തി. ഉടുപ്പി കരിന്തളം 400 kV ലൈൻ പൂർത്തിയാകുന്നതോടെ ഉത്തര കേരളത്തിലെ വൈദ്യുതി വിതരണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷം. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു സംഘർഷം നടന്നത്. കാസർഗോഡിന്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തും തൃക്കരിപ്പൂരിലെ വിവിധ മേഖലകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കി. മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.